അമേരിക്കയുടെ 6ാം തലമുറ F-47 യുദ്ധവിമാനം. ഈ ഒരു വിമാനത്തെക്കുറിച്ചാണ് ഇന്റർനെറ്റ് മുഴുവനും ഇപ്പോൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഈ ഒരു വിമാനം രഹസ്യമായി പറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാർത്ത ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിമാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളാണ് അറിയാൻ പോകുന്നത്. ആദ്യം ഇന്റർനെറ്റ് മുഴുവനും എന്താണ് സംസാരിക്കുന്നത് എന്നറിയണം. ഈ വിമാനത്തിന്റെ കനട്സിനെ കുറിച്ചാണ്. കനട്സ് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധവിമാനത്തിൽ മുൻവശത്ത് ചെറിയ 2 ചിറകുകൾ ഉണ്ടായിരിക്കും. റഫേൽ, യൂറോഫൈറ്റർ ടൈഫൂൺ, ചൈനയുടെ J-20 എയർക്രാഫ്റ്റിലുള്ളതുപോലെ മുൻഭാഗത്ത് 2 ചെറിയ ചിറകുകൾ മാത്രം ഉണ്ടായിരിക്കും. ഈ ചെറിയ ചിറകുകൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആ വിമാനത്തിന്റെ മെനുവറബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ സുഖോയ്സിലുള്ള ത്രസ്റ്റ് വെക്ടറിംഗ് പ്ലസ് കനാട്സ് എന്നത് ആ ഒരു വിമാനത്തെ എത്രത്തോളം മെനുവറബിളാക്കി മാറ്റുന്നു, അതുപോലെ തന്നെയാണ് യൂറോഫൈറ്റർ ടൈഫൂൺ, ചൈനയുടെ J-20, ഇന്ത്യയുടെ തേജസ് മാർക്ക് 2-ലുള്ള കനാട്സ്. ഇവയെല്ലാം ഈ യുദ്ധവിമാനങ്ങളുടെ സ്ലോ സ്പീഡ് മെനുവറബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഇതാണ് കനാട്സിന്റെ ഒരു മികച്ച സവിശേഷത. എന്നാൽ J-20-ലുള്ള കനാട്സിനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവായാണ് സംസാരിക്കുന്നത്. കാരണം പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കനാട്സിന്റെ ഈ ആംഗിൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ കനാട്സ് സ്റ്റെൽത്ത് കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൽ കനാട്സ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പൊതുവെ പറയുന്ന ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് J-20 ഒരുപാട് വിമർശിച്ചത്. എന്നാൽ ഇപ്പോൾ NGAT പ്രോഗ്രാമിൽ കനാട്സ് ഉള്ളത് ഒരു വലിയ ഓൺലൈൻ ഡിബേറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഭാഗം പറയുന്നത് NGAT പ്രോഗ്രാം മെനുവറബിളാക്കി മാറ്റുന്നതിന് ഈ ഒരു കനാട്സ് നൽകിയിട്ടുണ്ടാകാമെന്നും പറയുന്നു. എന്നാൽ മറ്റൊരു ഭാഗം പറയുന്നത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഈ ഒരു വിമാനത്തിന്റെ യഥാർത്ഥ ഡിസൈൻ അവർ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന കാരണത്തിന് വേണ്ടി ഫേക്ക് കനാട്സ് ഉള്ളതുപോലെ ചെയ്തിട്ടുണ്ടാകാമെന്നും പറയുന്നു. ഇപ്പോൾ ഈ കനാട്സിനെ മാറ്റിവെച്ചിട്ട് NGAT പ്രോഗ്രാമിലുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ സൈസ് എത്രത്തോളം മിനിമൽ ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ബോയിങ് കമ്പനിയിൽ നിന്നും ഒരു ചെറിയ എയർക്രാഫ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് റിലീസ് ചെയ്തു. ആ കോൺസെപ്റ്റ് സിംഗിൾ എഞ്ചിൻ ആയിരുന്നു. ഒരേ ഒരു പൈലറ്റിന് മാത്രമേ ഇരിക്കാൻ സാധിക്കൂ, അത്രത്തോളം ചെറുത്. ആ ഒരു സമയത്ത് അതായത് F-22 റാപ്റ്റർ വരുന്നതിന് 30 വർഷങ്ങൾക്ക് മുൻപ് പറന്ന ഒരു ബോയിങ്ങിന്റെ പ്രോട്ടോടൈപ്പ്, അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ F-22 റാപ്റ്ററെക്കാട്ടിലും കുറവായിരുന്നു. അപ്പോൾ അമേരിക്കക്കാരെ സംബന്ധിച്ച് വിമാനത്തിന്റെ സൈസ് എത്രത്തോളം കുറവായിരിക്കുമോ അത്രത്തോളം റഡാർ ക്രോസ് സെക്ഷനും കുറവായിരിക്കും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കലായും അവരത് ചെയ്തു നോക്കി. വെറുതെ എക്സ്പെരിമെന്റലായി മാത്രം വയ്ക്കാതെ പ്രാക്ടിക്കലായി അതിനെ ചെയ്തു നോക്കി. അപ്പോൾ അമേരിക്ക ഡിസൈൻ ചെയ്തതെല്ലാം തന്നെ എത്രത്തോളം വിമാനത്തെ ചുരുക്കാൻ കഴിയും എന്നുള്ളതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതേ കാര്യം നിങ്ങൾ ചൈന അല്ലെങ്കിൽ റഷ്യയുടെ ഡിസൈൻസിൽ നോക്കുകയാണെങ്കിൽ അവർ പ്രവർത്തനക്ഷമതയാണ് നോക്കുന്നത്. അതായത് എനിക്ക് റേഞ്ച് ഉണ്ടാകണം, റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ വിമാനത്തിൽ ഇന്ധനം അധികമായിരിക്കണം. അപ്പോൾ ഇന്ധനം കൂടുതൽ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വിമാനത്തിന്റെ സൈസും അധികമായിരിക്കണം. അതുപോലെ തന്നെ ആ വിമാനത്തിന്റെ ഫംഗ്ഷനാലിറ്റി, അതായത് എത്ര മിസൈൽസ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും, ഏത് ടൈപ്പ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും, ക്രൂസ് മിസൈൽസ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുമോ, ഇതെല്ലാം നോക്കും. അപ്പോൾ ഇവയെല്ലാം നോക്കുമ്പോൾ അതൊരു ഫംഗ്ഷനായി പോകണമെന്ന് ചിന്തിക്കുമ്പോൾ ചില സാക്രിഫൈസും ചെയ്യേണ്ടി വരും. ആ സാക്രിഫൈസ് ആണ് വിമാനത്തിന്റെ സൈസ്. ഇപ്പോൾ അടുത്തിടെ പുറത്തു വന്ന ചൈനയുടെ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്ന് അവർ പറയുന്നു. പക്ഷെ അതൊരു ബോംബർ, സ്റ്റെൽത്ത് ബോംബർ വിമാനമാണ്. ഇപ്പോൾ ആ ഒരു വിമാനത്തെ എടുത്ത് നോക്കിയാലും അത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ 3 എഞ്ചിൻ ഉണ്ട്. അതിൽ ക്രൂയിസ് മിസൈൽസിനെ പോലുള്ള മറ്റു പല മിസൈൽസ് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആവശ്യം, എനിക്ക് ഫംഗ്ഷനാണ് ആവശ്യം, ആ ഫംഗ്ഷന് വേണ്ടി ഞാൻ സൈസ് കോംപ്രമൈസ് ചെയ്യുകയാണ്, അതുവഴി സ്റ്റെൽത്തും കോംപ്രമൈസ് ചെയ്യുന്നു എന്ന്. പക്ഷേ അമേരിക്കൻസിനെ സംബന്ധിച്ച് സ്റ്റെൽത്ത് ആണ് ഫസ്റ്റ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ പേലോഡ് കപ്പാസിറ്റി കുറവായിരിക്കുമല്ലോ എന്നൊരു സംശയം വരാം. വേണ്ട, ഞാൻ ഡ്രോണിൽ കൊണ്ടുപോകാം. അതായത് ലോയൽ വിങ്മാൻ കോൺസെപ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ പേലോഡ് കപ്പാസിറ്റി ഒരു വിമാനത്തിൽ കുറവായിരുന്നാലും പ്രശ്നമില്ല, ഞാൻ ക്രൂയിസ് മിസൈൽസ്, ഹെവി ആയിട്ടുള്ള മിസൈൽസ് എല്ലാം ഡ്രോൺസ് വഴി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അമേരിക്കൻസിന്റെ കോൺസെപ്റ്റിൽ ഈ പേലോഡ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഒരേ വിമാനത്തിൽ 10 മിസൈൽസ് എടുക്കുന്നതിന് പകരം ഒരു മെയിൻ വിമാനത്തിൽ 4 എയർ ടു എയർ മിസൈൽസ് മാത്രം വെച്ചുകൊണ്ട് മറ്റ് മിസൈൽസ് എല്ലാം ഡ്രോൺസിലൂടെ കൊണ്ടുപോകും. ഇനി റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കക്കാരുടെ അഭിപ്രായത്തിൽ 2 രീതിയിൽ ഈ ഒരു റേഞ്ച് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഉള്ള എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് ഫ്യൂവൽ സ്റ്റോറേജ് അധികമാക്കി റേഞ്ച് അധികമാക്കാം. അല്ല എങ്കിൽ ടെക്നോളജിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയും എഞ്ചിനെ എഫിഷ്യൻ്റ് ആക്കി മാറ്റി സൈസ് അധികമാക്കാതെ ഫ്യൂവൽ സ്റ്റോറേജ് വീണ്ടും വളരെ കുറവാക്കി റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അമേരിക്ക രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഈ രണ്ടാമത്തേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അത് അവർ ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ്
മോസ്റ്റ് ക്യാപ്പബിൾ എയർക്രാഫ്റ്റ് അവരുടെ പക്കലായിരിക്കും ഉണ്ടാവുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് അമേരിക്കക്കാർ പറയുന്നത് എഞ്ചിൻസിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. F-35 പോലുള്ള ഒരു സുപ്പീരിയർ എഞ്ചിനുമായി ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ പക്കൽ ഒരു 15-25% ഫ്യൂവൽ എഫിഷ്യൻ്റായ എഞ്ചിൻ ഉണ്ട്. കൂടാതെ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും അധികമാണ്. ഇത്രയും സ്റ്റേബിളായ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിമാനത്തിൻ്റെ സൈസ് ഞങ്ങൾ അധികമാക്കണമെന്ന ആവശ്യമില്ല. അതായത് അവർ പറയുന്ന അഭിപ്രായം F-35 എന്ന യുദ്ധവിമാനം ഏകദേശം 850 നോട്ടിക്കൽ മൈൽ ദൂരമുണ്ട്. എന്നാൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ സൈസ് വളരെ കുറവാണെങ്കിലും ഇവിടെ NGAT പ്രോഗ്രാം 1200 നോട്ടിക്കൽ മൈൽ ദൂരം വരെയും റേഞ്ച് നൽകുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എഞ്ചിൻസിന്റെ റിഫൈൻമെന്റ് വഴി അവരത് അച്ചീവ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? അതാണ് അടുത്ത എല്ലാവരുടെയും ചോദ്യം. അമേരിക്കൻസ് ഇതിനകം ഒരു വലിയ തെറ്റ് ചെയ്തു F-22 റാപ്റ്ററിൽ. ആ റാപ്റ്റർ വിമാനത്തിന്റെ ബഡ്ജറ്റ് ശരിയാക്കാതെ ആ ഒരു വിമാനത്തെ അമേരിക്കൻ എയർഫോഴ്സ് വാങ്ങിയെന്നുള്ളപ്പോൾ ഒരു വലിയ തുക തന്നെ വേണ്ടി വന്നു. ഒരു പീസിന് 200 മില്യൺ അധികവും പോയി. മെയിൻ്റനൻസ് വളരെ അധികമായിരുന്നു. എന്നാൽ അതിൽ നിന്നും അവരൊരു പാഠം പഠിച്ചു. അടുത്ത F-35 നിർമ്മിക്കുമ്പോൾ F-15 ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റിനേക്കാളും ചില $1 മില്യൺ കുറവായി തന്നെ അവർ നിർമ്മിച്ചു. ഏകദേശം 80 മില്യൺ മാത്രമേ ഒരു പീസിന് വരൂ. അപ്പോൾ അമേരിക്കക്കാർക്ക് ഇപ്പോൾ എങ്ങനെ സ്കെയിൽ ചെയ്യണമെന്നറിയാം. ഓവർ എഞ്ചിനീയറിംഗ് ചെയ്ത് ടെക്നോളജി അതിൽ നിറച്ച് ആ ഒരു വിമാനത്തെ അൺഅഫോർഡബിളായി മാറ്റുന്നതിനേക്കാളും ഇത്ര സമയത്ത് ഇത്ര ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ളത് മനസ്സിലാക്കി ആ ടെക്നോളജീസിനെ മാത്രം ഇൻഡക്ട് ചെയ്ത് F-35 കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കുറഞ്ഞ കോസ്റ്റിൽ തന്നെ 6th ജെൻ അവർക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കൂടാതെ സ്കെയിൽ ഓഫ് ഓർഡേഴ്സ്, കൂടുതൽ ഓർഡർ ഇവർ പ്ലേസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ യൂണിറ്റ് കോസ്റ്റ് കുറവാവുകയുള്ളൂ. F-35 F-15 ഈഗിളിനേക്കാളും കുറവാണ് എന്നതിന് കാരണം ഇത് തന്നെയാണ്. കാരണം ലോകം മുഴുവനും F-35 ഓർഡർ പ്ലേസ് ആയിക്കൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റും കുറവാകും. അപ്പോൾ ഇതൊരു തന്ത്രങ്ങളുടെ എല്ലാം മിശ്രിതമാണ്. ഒന്ന്, ഈ വിമാനത്തിൽ ശരിയായ ടെക്നോളജി ശരിയായ സമയത്ത് ഇൻഡക്ട് ചെയ്യുക. മറ്റൊന്ന്, ഈ ഒരു വിമാനത്തെ കൂടുതൽ എണ്ണത്തിൽ ഓർഡർ ചെയ്ത് പെർ യൂണിറ്റ് കോസ്റ്റ് കുറവാക്കുക. ഈ ഒരു വിമാനത്തിന്റെ ഇൻഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ F-22 റാപ്റ്റേഴ്സിന് അവരുടെ വ്യോമസേനയിൽ നിന്നും അവർ വിരമിക്കും. 2035 ഈ ഒരു വിമാനം വ്യോമസേനയിൽ ഇൻഡക്റ്റ് ആകുമെന്നാണ് അവർ പറഞ്ഞൊരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേക ഇൻഫർമേഷൻസ് ഇത് മാത്രമാണ്. ഇതുവഴി നമ്മൾ എന്ത് കൺക്ലൂഷൻ എത്തണമെന്ന് ചോദിച്ചാൽ അമേരിക്കൻസിന്റെ അപ്രോച്ച് എന്നത് മുൻപും ഇപ്പോഴും ഒരുപോലെ തന്നെയാണ്. അതായത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് വരുമ്പോൾ അതിന്റെ സൈസ് എത്രത്തോളം ചെറുതാണോ അത്രത്തോളം അത് സ്റ്റെൽത്ത് ആയിരിക്കും. ആ സൈസിനെ കോംപ്രമൈസ് ചെയ്യാതെ എൻജിൻ ടെക്നോളജി വഴി റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ലോയൽ വിങ്മാൻ പോലുള്ള ഡ്രോൺ പ്രോഗ്രാംസ് വഴി അതിന്റെ പേലോഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു അൺമാച്ച്ഡ് ആയിട്ടുള്ള 6th ജനറേഷൻ എയർക്രാഫ്റ്റ് അച്ചീവ് ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എത്രത്തോളം വലുതാണ് എന്നറിയാം. അത് ചാർജ് ചെയ്തില്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ മാക്ബുക്ക് എയർ എത്രത്തോളം ചെറുതാണ് എന്നറിയാം. അതിൽ ഫാൻ പോലും ഉണ്ടാകില്ല. എന്നാൽ മാക്ബുക്ക് എയറിൽ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ചെയ്യാൻ സാധിക്കില്ല. ഒരു വസ്തു എത്രത്തോളം കോമ്പാക്റ്റ് ആണോ അത്രത്തോളം അതിൽ എഞ്ചിനീയറിംഗ് അധികം ആവശ്യമായി വരും. എഞ്ചിനീയറിംഗ് അധികമാകുമ്പോൾ അതിന്റെ ഗുണനിലവാരവും വിലയും ഉയർന്നതായിരിക്കും. ഒരു വസ്തുവിനെ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യാതെ വലുതായി ചെയ്യണം, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യണം. യാതൊരു പരിധികളുമില്ലാതെ അത് ചെയ്യുകയാണെങ്കിൽ വില കുറച്ചു കൊടുത്ത് ഒരുപാട് തൊഴിലാളികളുമായി നമുക്ക് വില കുറച്ച് തന്നെ അത് നൽകാനും സാധിക്കും. എന്നാൽ അതിന്റെ ഫങ്ഷണാലിറ്റി എന്ന കാര്യം വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പേപ്പറിൽ അത് ശക്തമായിരിക്കും, പക്ഷേ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കില്ല. മാക്ബുക്കിനെ പോലെ എല്ലാ സ്ഥലങ്ങളിലും അത്ര കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതിലും. എത്രത്തോളം കോമ്പാക്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ടോ അത്രത്തോളം ആ പ്രോഡക്റ്റ് മികച്ചതായിരിക്കും. ഇവരുടെ അപ്രോച്ചും ഇങ്ങനെയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.